ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ടൈംസ്. പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഓണം വ്ളോഗാണ്. അതിനുപരി നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ഇല്ലായിരുന്നേ. ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ വീഡിയോസോ റീൽസോ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. സോ ഇതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് വ്ളോഗ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് പോയി കണ്ടിട്ടാ. ഗായ്സ്, കുറേ നാൾക്കിടയിലൊക്കെ ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ഓണം വ്ളോഗായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചേച്ചി ഹോസ്റ്റലിൽ നിന്ന് വരും. അപ്പോൾ നമുക്ക് നേരം വെച്ച് തന്നെ വിളിച്ചത്. ബൈ. ഗൈസ്, അങ്ങനെ ചേച്ചി ഫൈനലി എത്തി. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഞങ്ങളിപ്പോൾ പൂ വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കാടും മലയും താണ്ടി ഒന്നല്ല പൂ വാങ്ങാൻ പോകുന്നത്, മെയിൻ റോഡിൽ കൂടിയാണ് ഞങ്ങൾ പൂ വാങ്ങാൻ പോകുന്നത്. ഗൈസ്, ഇവിടെ ഒരു ഹോൾസെയിൽ സെൻ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പൂ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ റോഡിൽ നല്ല തിരക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള എവിടെയെങ്കിലും പോകും. നല്ല ചൂടുണ്ട്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? അയ്യോ ഗൈസ്, അപ്പൊ ആകെ ക്ഷീണിച്ചു പോയി. സാധനങ്ങളൊക്കെ വാങ്ങി അതെ, നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി അവിടെ ചെറുതായിട്ട് നമ്മൾ പൂവൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് ഓണമാണ്. ഞാൻ ചേച്ചി വിളിച്ചിട്ട്, ചേച്ചി എഴുന്നേക്ക്. ചേച്ചി സാറിന് വെളുപ്പങ്കാലത്തേക്ക് നിന്ന് ചീറ്റ് പിടിക്കുന്ന ആളാണ്. ഇപ്പൊ കണ്ട എഴുന്നേറ്റ് വന്നത്. ഓണം ഫിറ്റ്. ഹേ ഗൈസ്, അപ്പം ഇപ്പം എത്ര മണി? 6 മണി എന്തോ, 6 5:30 എന്തോ. അപ്പം ആദ്യമായിട്ടാണ് സൂര്യോദയത്തിന് മുമ്പ് ഞാൻ എഴുന്നേറ്റിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എവിടെയും കിടന്നുറങ്ങാതെ അവധി. ചേച്ചി 2 മണി ഇട്ടിട്ട് നിന്നോളാണ്. ഞാൻ ആദ്യമായിട്ടാണ്. ഹേ ഗൈസ്, നിങ്ങൾക്ക് പത്തക്കത്തിന് ഫൈനൽ ലുക്കാണ്ടേ, പോയി കണ്ടിട്ടാ. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാളെ കാണിച്ചു തരാം. അപ്പം എന്തായാലും ഉച്ചയും ഓണസദ്യ കഴിക്കാൻ വേണമാണ് കണ്ടിട്ട്.